രാവിലെ എന്തുവാ രാവിലെ 2 ദിവസം കൊണ്ട് ചെറിയ മഴയൊക്കെ പെയ്തു. അപ്പം ആ ഉണക്കൊക്കെ ഒന്ന് മാറിയായിരുന്നു. അപ്പം നല്ല ഒന്ന് കിളച്ചൊക്കെ ഒന്ന് എടുത്തേച്ച് രാവിലെ ഒരു ഇച്ചിരി പച്ചക്കറിയൊക്കെ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോന്നോരോന്നങ്ങ് തുടങ്ങാം. അപ്പം ഇന്നൊരെണ്ണം അങ്ങ് തുടങ്ങാം. അപ്പം അതിനെല്ലാം മണ്ണെല്ലാം വൃത്തിയാക്കി എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് ഇച്ചിരി വളമൊക്കെ ഇട്ടൊന്ന് ശരിയാക്കാം. അപ്പം ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി ചാണകപ്പൊടി മാത്രമല്ലല്ലോ, ചാണകപ്പൊടി ഇച്ചിരി വളവും കൂടെ ഉണ്ടല്ലോ. ഇച്ചിരിയേ ഉള്ളൂ കാര്യം. ഇനി പിന്നെ കിളിച്ചിട്ടൊക്കെ പിന്നെ വളമിടാം. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇച്ചിരി ചീരയുടെ അരി എൻ്റെ കയ്യിലുണ്ട്, അതൊന്ന് പാകി ഇടാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ചീരയുടെ അരി തന്നെ എടുക്കാൻ പറ്റത്തില്ല, ഇടാനൊക്കത്തില്ല. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലായിടും ചെന്ന് വീഴത്തില്ല. അതുകൊണ്ട് അതിൻ്റെ അകത്ത് നല്ല ഉണക്ക ചരലുണ്ട്, പൊടി, അതും കൂടെ മിക്സ് ചെയ്ത് വേണം ഇത് പാകാൻ. വേണ്ട ഇങ്ങനെ മിക്സ് ചെയ്ത് ഇത് കണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെച്ച് ഇനി ഇത് കുറേശ്ശെ നമുക്കെടുത്ത് ഇങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെ ഇതാണ്ട് അതെല്ലായിടവും ചെന്ന് വീഴും. അപ്പോൾ അരി തന്നെ ഒരിടത്ത് വീണ് കിടക്കത്തുമില്ല, എല്ലായിടവും വീണ് വൃത്തിയായിട്ട് കിടക്കും. ഇങ്ങനെ ചീരഭാവമുണ്ട്. ഇത് വേണ്ടേ? അല്ലല്ല, അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലായിടും ഒന്ന് ഇളക്കി മണ്ണിന് മണ്ടയ്ക്ക് കൂടെ ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി. ഈ ചീരയുടെ അരി പാകിയാൽ ഒരു ദോഷമുണ്ട്. എന്തുവാന്ന് വെച്ചാൽ അത് മൊത്തം ഉറുമ്പങ്ങ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതിനെന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി ഉറുമ്പിൻ്റെ പൊടി 4 വശവും ഒന്ന് വെതറിയേക്കണം എല്ലായിടും. അപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്ന് എടുത്തുകൊണ്ട് പോകത്തില്ല. വേണോ? ഒരുപാട് വരുമോ? വരും. ചീരയുടെ അരി എടുത്തുകൊണ്ട് പോകാൻ ഇഷ്ടം പോലെ ഉറുമ്പ് വരും. ഏതാണ്ട് കൂടുന്നു. അത് കട്ടുറുമ്പ് അതുണ്ട. ഇത്രയൊന്ന് എടുത്തിട്ടിട്ട് ചെയ്താൽ അവിടെ കിടന്നോളൂ. അപ്പം ഇച്ചിരി തൂപ്പൊക്കെ അതിൻ്റെ പുറത്തൊന്ന് വെച്ചാൽ പെട്ടെന്ന് കുറച്ചുകൂടെ ഒക്കെ വാരി വെക്കണം. കുറച്ചുകൂടെ വെക്കണം. കുറച്ചുകൂടെ വാരിയെല്ലാം ഒന്ന് വെച്ച് വെതറിയൊക്കെ ഇതിൻ്റെ പുറത്ത് വെച്ചിരുന്നാൽ പെട്ടെന്ന് വല്ല കോഴിയോ പട്ടിയോ ഒക്കെ ചാടാതെ അതവിടെ ഇരുന്നോളും. അപ്പം ചീരയുടെ അരി ഇടുന്ന എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് കുറച്ച് പച്ചക്കറിയെങ്കിലും എല്ലാവരും ചെയ്യണം. കാര്യം വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ വീട്ടിൽ ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിലും അതിൻ്റെ അകത്തല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇച്ചിരി ചെയ്ത് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇച്ചിരി ചാമ്പയ്ക്ക ഒത്തിരി നിൽക്കുന്നെങ്കിൽ അത് ഇച്ചിരി പറിച്ച് ഇച്ചിരി അച്ചാറിടാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ഒരു ഏതെങ്കിലും പച്ചക്കറി ഇടുന്നതുമായിട്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ.